അയ്യപ്പ ഭക്തന്മാരോടുള്ള സ്നേഹമല്ല എന്നിട്ടുള്ളത്. ഇത് കാപട്യമാണ് സർക്കാരിന്, കൃത്യമായ കാപട്യമാണ്. നമുക്കറിയാം, ശബരിമലയിലെ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചവരാരാ? ഈ ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കുക. ശബരിമലയിൽ പോകുന്ന വിശ്വാസികളെ, പോകുന്നവർ മാത്രമല്ല, ശബരിമലയിലെ വിശ്വാസികളെ, പൊതുസമൂഹത്തെ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് കേരള സർക്കാരാണ്. ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന കേരള സർക്കാരാണ് വേദനിപ്പിച്ചത്. എന്തായിരുന്നു ആ രംഗങ്ങൾ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ശബരിമലയിലേക്ക് നിർബന്ധമായി രണ്ടുപേരെ കൊണ്ടുവന്ന് അവരെ അകത്തുനിന്ന് കയറ്റുക. എന്തൊക്കെ നാടകങ്ങളായിരുന്നു ഞാനവിടെ ഒരിക്കുന്നതായിരുന്നു. നിങ്ങൾ മാധ്യമം മുഴുവൻ വന്നതല്ലേ? ആ പരിപാവനമായിട്ടുള്ള പൂങ്കാവനവും പുണ്യഭൂമിയും പമ്പയും ഒക്കെ തന്നെ ശരണം വിളിക്കാൻ മുഖരിതമാക്കേണ്ട ആ അന്തരീക്ഷത്തെ കലാപഭൂമിയാക്കി മാറ്റിയവരല്ലേ ഇവര്? അത് വെല്ലുവിളിച്ചവരല്ലേ? അത് കഴിഞ്ഞിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ട് 18നാണ് അത് സംഭവിച്ചത്. 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ബുദ്ധി വെച്ചിരിക്കുന്ന ഇലക്ഷൻ തൊട്ട് മുമ്പ് അയ്യപ്പ സംഗമം നടത്തുന്നത്. ഇത് വെറും ശുദ്ധമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ കാപട്യമാണ്. സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നതാണ്. ഇന്നിപ്പോൾ ഹൈക്കോടതി തന്നെ ഇടപെട്ടിരിക്കുന്ന ടി എ കൊടുക്കാൻ പാടില്ല, ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. ഇവരൊന്ന് ഹൈക്കോടതിയിൽ ഒരു കാര്യം പറയും, അത് നേരെ വിപരീതമായിട്ട് പ്രവർത്തിക്കും. സർക്കാരിന്റെ പരിപാടി എല്ലാ ദിവസം പോലും നടത്തുന്നു പറയും, സർക്കാർ തന്നെ എല്ലാവരും വിളിക്കുന്നുണ്ട്, സർക്കാരിന് ഒത്താശ ചെയ്യുന്നുണ്ട്. സത്യം അവിടെ പോലും കള്ളം പറയലേ ചെയ്യുന്നത്, ഇതിൽ പോലും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ആദ്യം അവർ ചെയ്യേണ്ടത് ആ കാണാതെ പോയിട്ടുള്ള സ്വർണം കണ്ടുപിടിക്കട്ടെ. വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിച്ച ഏറ്റവും ഒരു സംഭവമല്ല അത്. ശബരിമലയ്ക്ക് വേണ്ടി കാണിക്കായി കിട്ടുന്ന സ്വർണം പോലും സൂക്ഷിക്കാൻ ഇവിടെ കഴിയുന്നില്ല. അതാദ്യം തിരിച്ചു കൊടുക്കും. അല്ല, BJPയുടെ ഗവൺമെന്റല്ലേ ഇത് പ്രഖ്യാപിക്കേണ്ടത്. കഴിഞ്ഞ 11 കൊല്ലമായിട്ട് അവര് ബാക്കി എല്ലായിടത്തും കൊടുത്തിട്ട് കേരളത്തിൽ കൊടുക്കാതിരിക്കുകയല്ലേ ഇത്. കേരളമാണല്ലോ ഏറ്റവും കൂടുതൽ. ഇപ്പം നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്തു പോകുന്ന ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളാണ്. ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നൽകുന്ന സംസ്ഥാനത്തിന് എന്തുകൊണ്ട് എയിംസ് കൊടുക്കുന്നില്ല? തികഞ്ഞ അപകടമാണ്. പാർലമെന്റിൽ പല പ്രാവശ്യവും ഉറപ്പ് നൽകിയതാണ് കേരളത്തിൽ അടുത്ത പ്രാവശ്യം കേരളത്തിലെ എയിംസ്. ആരോഗ്യമന്ത്രി, ഈ ആരോഗ്യമന്ത്രി നമ്മുടെ ബഹുമാനായ JP നഡ്ഡ മുൻപ് ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ, ഫസ്റ്റ് ടേമിൽ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ, അന്ന് ഞാൻ ആലപ്പുഴ MD-യാണ്, അന്ന് ഉറപ്പ് തന്നതാണ് ഞങ്ങൾക്ക് എയിംസ് അടുത്ത പ്രാവശ്യം കേരളത്തിൽ കൊടുക്കുന്നു. ഇവരവർ കൊടുത്തില്ലല്ലോ. കേരള ഗവൺമെന്റ് 3-4 പ്രദേശങ്ങൾ അവർക്ക് ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തു. അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ കേരളത്തിൽ കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ അതിലൊരു വിഭാഗീയത കാണാറുള്ളത്. പക്ഷേ ആലപ്പുഴക്കാണ് ഇത് അവകാശപ്പെട്ടത്, നിശ്ചയം വേണ്ട. ഇവിടുത്തെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ പരിരക്ഷ ആവശ്യമുള്ള ആലപ്പുഴക്കാരാണ്. മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഇതിനകത്തുള്ള സാഹചര്യങ്ങളുണ്ട്, സ്ഥലമുണ്ട്. ഈ സ്ഥലം ഞാൻ കത്ത് കൊടുത്തിരിക്കുകയാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് ഈ ആലപ്പുഴ എന്തായാലും കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ആലപ്പുഴയ്ക്ക് വേണ്ടി പറഞ്ഞാൽ ആലപ്പുഴയ്ക്ക് അനുവദിക്കാൻ തയ്യാറാണ്. അത് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ആലപ്പുഴയ്ക്ക് നൽകണം. കേന്ദ്ര സർക്കാർ അടിയന്തരമായിട്ടുമായി ഇടപെട്ട് ആലപ്പുഴയ്ക്ക് എയിംസ് കൊടുക്കണമെന്നാണ് കൂടി പറയാനായിട്ട്. അതിന് ആവശ്യമായ സ്ഥലപടിയുണ്ട്. 2 സ്ഥലം ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, 3 സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ 3 സ്ഥലവും അയോഗ്യമാണ്. അതിനൊന്നും തർക്കമൊന്നുമില്ല അവരുടെ കാര്യം. അപ്പൊ അതുകൊണ്ട് സർക്കാരിന്റെ കയ്യിൽ തന്നെയുള്ള ലാൻഡാണ് ഇതെല്ലാം. അതുകൊണ്ട് അക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവുന്നതാണ് അത് BJPക്കാരോട് ചോദിക്കണം. എന്താണ് അതിന്റെ പറ്റി എനിക്കെങ്ങനെ പറയാൻ പറ്റും? എന്തായാലും